പലർക്കും വരുന്ന ഒരു കാര്യമാണ് ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ ഇപ്പം സപ്താഹത്തിലൊക്കെ പോകുകയാണെങ്കിലും ആ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉറക്കം തൂങ്ങും, കോട്ടുവായ വരിക എന്നൊക്കെ പറയും. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കർമ്മങ്ങളൊക്കെ കത്തിപ്പോകുക എന്ന് പറയും. അതായത് പാപങ്ങളൊക്കെ ഇല്ലാതായി പോകുക, പാപങ്ങളൊക്കെ നശിച്ചു പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാപങ്ങളൊക്കെ ഇല്ലാതായി ഇങ്ങനെ പോയിട്ട് നമ്മളെല്ലാം ശരിയാകും, അതായത് നമ്മളെല്ലാം ശുദ്ധീകരിക്കും. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്, ഭഗവാൻ നമ്മളോട് അടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഈ കോട്ടുവായനെ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ ക്രമേണ ഭഗവാൻ നമ്മളോട് അടുക്കും. അപ്പം അതെല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ കോട്ടുവായനെ കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ആരും പരിഭ്രമിക്കണ്ട. നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ കുറച്ച് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ജന്മങ്ങളിലെ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയാലല്ലേ നമ്മൾ